മനസ്സിലായില്ല. അല്ല ചെയ്തിട്ടുണ്ട്, വരച്ചിന്. പക്ഷെ അത് ചെറിയ സിമിലർ ഡിസൈൻ മടക്കി ഫോൾഡ് ചെയ്യുന്ന. ഓക്കെ ഓക്കെ. അത് ഞാൻ ഇന്നില്ലെങ്കിൽ ഇന്ന് ഞാനൊരു ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം കേട്ടാ. വരച്ചിട്ട് സാറ് ഗ്രൂപ്പിൽ പറയൂലല്ലേ? അല്ല ഇപ്പൊ പറയൂലേ? പറയും പറയും. ഓക്കെ. ഓക്കെ. ഓക്കെ, സമയം 8:30 ആയി. 4 പേരെ വന്നിട്ടുള്ളൂ. 5, 6. ഓക്കെ, ഒരു 2 minutes കൂടി നോക്കാം. നോക്കിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇരുപത് പേരെ ആയിട്ടുള്ളൂ. ഞാൻ പറയണതൊക്കെ ക്ലിയർ അല്ലേ? സൗണ്ട് എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, 3 minutes ആയി. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ആൾ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ആൾക്കാർ ചെയ്തോ? ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം വെച്ചാല് ഒരു ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ലിങ്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി എന്തായാലും നമ്മുടെ എല്ലാ ക്ലാസ്സിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ എന്താണ്? ആക്ടിവിറ്റീസ് ആണ്. ഒരു 30 മാർക്സിനാണ് നമ്മുടെ തിയറി വരിക. ബാക്കി ഫുള്ള് നമ്മുടെ ആക്ടിവിറ്റീസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഡിസൈൻ എങ്ങനെ ചെയ്യണം, ഡിസൈനിന്റെ സ്കെച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഓക്കെ. അപ്പൊ ക്ലാസ് റൂമിന്റെ ഒരു ലിങ്ക് ഞാൻ അയച്ചു തരും ഗൂഗിൾ ക്ലാസ് റൂമിൽ. അപ്പൊ ഞാൻ ഡെയിലി തരുന്ന ക്വസ്റ്റ്യന് അതിലുണ്ടാവും. അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ വരച്ചിട്ടുള്ള സാധനം അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതി ജസ്റ്റ് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. ഓക്കെ. ക്ലിയർ ആണോ? അത് ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ആവാൻ മുൻപ് ഒരു പ്രാവശ്യം കൂടി പറയാം.
ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ലിങ്കാണ് ഞാൻ ഷെയർ ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂം ആൾറെഡി വേറെ സ്റ്റാഫ് എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ? വേറെ സ്റ്റാഫും ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ആണ് അയക്കുക. ഓക്കെ, അപ്പൊ ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്ലാസ് റൂമിൽ ആഡ് ആവും. ഓക്കെ, ആഡ് ആയ ശേഷം എന്താണ് ഡെയിലി ഉള്ള ടോപ്പിക്സും എഗെയിൻ എന്താണ് ഡെയിലി ഉള്ള വീഡിയോസ് സപ്പോസ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യും. എഗെയിൻ എന്താണ് നമുക്ക് ഡെയിലി തന്നിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ക്വസ്റ്റ്യൻസും അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസർ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് എനിക്ക് വാല്യൂ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ വാല്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്കിൽ പോവാം. ഓക്കെ, സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിലുള്ള ഡിസൈനിൽ എന്താണ് ഡിസൈൻ എന്ന് പറയുന്നത്? എന്താണ് ഡിസൈൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് designing a system component as process to meet the desired needs. Process of designing a system component as process to meet the desired needs. ഷറുൺ എങ്ങനെയാ ഈ ക്ലാസ്സിൽ ആഡ് ചെയ്ത? ഷറുൺ S3 അല്ലേ? ഷറുൺ മൈക്ക് ഓൺ ചെയ്യോ? Okay. Again, engineering design can be defined as the process of design as designing system component as designing a system component as process to meet the desired needs. Again, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തൊക്കെയാണ്? വിച്ച് യൂസേഴ്സ് ബേസിക് സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് അതർ എസെൻഷ്യൽ ഡേറ്റയാണ്. ഓക്കെ, എഗെയിൻ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ 3 ടൈപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് അല്ലെ? എന്തൊക്കെയാണ്? ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിസൈനെ 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അത് എന്തൊക്കെയാണ്? ഷബിൻ പറ, 3 ഡിസൈൻ എന്തൊക്കെയാണ്? ഷബിൻ മൈക്ക് ഓൺ ചെയ്യ്. ഷബിൻ. ഓക്കെ. 3 ഡിസൈൻ എന്തൊക്കെയാണ്? അഡാപ്റ്റീവ്, അഡാപ്റ്റീവ് then ആ 3 അന്ന് ഞാൻ എടുത്തത് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്സിന്റെ ക്ലാസ് ആണ്. പിന്നെ ഞാൻ ആക്ടിവിറ്റി ആണ് തന്നത് അല്ലെ? ചെറിയ ടോപ്പിക് അല്ലേ അത്? അഡാപ്റ്റീവ്. മിഥുൻ പറ. സർ, അഡാപ്റ്റീവ്, ഡെവലപ്മെന്റ്, ന്യൂ. അഡാപ്റ്റീവ്, ഡെവലപ്മെന്റ്, ന്യൂ. ഓക്കെ, then what is mean by adaptive? ആശിഷ് പറ, അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താണ്? follow of the existing ഡിസൈൻ. ഓക്കെ, ഗുഡ്. എക്സിസ്റ്റിംഗ് ഡിസൈനെ ഫോളോ ചെയ്ത് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയാ? അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറയാ. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ പറ നബീൽ. അഡാപ്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ നബീൽ. അഡാപ്റ്റീവ് എന്ന് പറയുന്നത് സെയിം ആസ് എന്താണ്? വി ആർ ഫോളോയിങ് ആൾ എക്സിസ്റ്റിംഗ് മോഡലാണ്. എക്സിസ്റ്റിംഗ് മോഡലാണ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊബൈൽ ഫോൺസ്.
മൊബൈൽ ഫോൺസ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ പറയാൻ പറ്റൂല. മൊബൈൽ ഫോൺസ് ശരിക്കും പറഞ്ഞാല് അഡാപ്റ്റീവ് എന്ന് പറയാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് ഡെവലപ്മെന്റ് അല്ലേ? അതെ. എക്സിസ്റ്റിംഗ് അഡാപ്റ്റിംഗ് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ എസ്കലേറ്റർ പറഞ്ഞായിരുന്നു അല്ലെ? എലിവേറ്റർ നികാൽ പറഞ്ഞു. എലിവേറ്റർ ഓർ എസ്കലേറ്റർ അതൊക്കെ പറയാം. ഓക്കെ. ദെൻ സെക്കൻഡ് ഉള്ളത് എന്തായിരുന്നു? ഡെവലപ്മെന്റ് അല്ലെ? റഷ്വിൻ പറ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താ റഷ്വിൻ? ഇൻഹെറിറ്റഡ് ഫ്രം എ പ്രീവിയസ് ഡിസൈൻ, ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരിക. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ഡിസൈൻ യൂസ് ചെയ്യും, പക്ഷെ നമ്മളുടെ അത് ഫിനിഷിംഗ് ആവുമ്പോൾ എന്താണ് ഉണ്ടാവുക? ചേഞ്ച് ആണ് ഉണ്ടാവുക അല്ലെ? ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ CVT മെഷീൻസ് ആണ് അല്ലെ? CVT മെഷീൻസ് എന്ന് പറയുമ്പോൾ അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗിയർ ബോക്സ് ഒക്കെയാണ്. ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസൈൻ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ നമ്മളുടെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിസൈന് ചേഞ്ച് ചെയ്താണ് പോവുക. പക്ഷെ എക്സിസ്റ്റിംഗ് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? സെയിം ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. ദെൻ ഫൈനൽ വൺ എന്താണ്? ന്യൂ ഡിസൈൻ ആണ്. ന്യൂ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡലും ഫോളോ അപ്പ് ചെയ്യാതെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത് പറയാ? ന്യൂ ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? ബേസിക് സയൻസ് ഓഫ് മാക്സിമം അഗൈൻ എന്താണ്? അതർ എസെൻഷ്യൽ ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിലപ്പോൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് അഡോപ്റ്റീവ് ഡിസൈൻ ആണ്, ക്രിയേഷൻ ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് സിമിലർ പ്രോസസ്. അഗൈൻ ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിസ്റ്റിംഗ് ഡിസൈൻ ബട്ട് ഫൈനൽ ഔട്ട്കം മേ വേരി ഫ്രം എനി ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ. ഓക്കെ. ദെൻ ന്യൂ ഡിസൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നോട്ട് ഓൾ ഇൻഹെറിറ്റഡ് ഫ്രം എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ ആണ്. എക്സിസ്റ്റിംഗ് ഡിസൈൻ ഒന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതെ പുതിയതായിട്ട് ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയാ? ന്യൂ ഡിസൈൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അതിന് കുറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാല് ഡിഫൈനിങ് എ ഡിസൈൻ പ്രോസസ്സാണ്. ഒരു ഡിസൈൻ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ. ഇങ്ങനെ ഒരു 3 ടൈപ്പ് ഡിസൈൻ മോഡൽ ഉണ്ട്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു ഡിസൈൻ മോഡൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ. അപ്പൊ ഡിസൈൻ ഈസ് കൺസീവിങ് ഓഫ് ഗിവൺ ഫോം ടു സോൾവ് ദ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനുള്ള ടൈമിൽ ആലോചിക്കുമ്പോഴാണ് നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യുക? ഒരു ഐഡിയ വരുന്നത്. ആ ഐഡിയനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസൈൻ എന്ന് പറയാം. ഓക്കെ. നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നാലല്ലേ, ഞാനൊരു പ്രോബ്ലം തന്നാലല്ലേ നിങ്ങൾ ആ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുക. അപ്പല്ലേ നിങ്ങൾക്ക് ഒരു ഐഡിയ പുതിയതായിട്ട് ബെർത്ത് ആവണത്, ഇല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ആവണത്. ഇല്ല, ഒരു ക്വസ്റ്റ്യന് തന്നിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് വരാൻ സാധ്യത ഉണ്ടാവും. ചില ആൾക്കാർ വരും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺസെപ്റ്റ് തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു യൂസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കസ്റ്റമർ നമ്മളുടെ കയ്യിൽ ഒരു പ്രോബ്ലം തരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പുതിയതായിട്ട് ഒരു ഡിസൈൻ വരിക. ഓക്കെ. അപ്പൊ ഡിസൈന് നമുക്ക് നമ്മളുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയ പാടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസൈനിലേക്ക് പോവാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? കുറെ ഒബ്സർവേഷൻ നടത്തണം. അതാണ് അവർ പറയുന്നത്. 843 റാസി എന്ത് പറ്റി? 843. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഡിസൈൻ ഈസ് എ സയൻസ് ഓഫ് നോളജ് അസൈൻഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്, ക്രിട്ടിക്കലി ടെസ്റ്റഡ് ആൻഡ് ബ്രോട്ട് അണ്ടർ ജനറൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ. നമ്മൾ ഒരു ഡിസൈൻ എടുക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ മെയിൻ ആയിട്ട് നോക്കണം? അതിന് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ പുതിയതായിട്ട് ഒരു സൈക്കിൾ ഡിസൈൻ ചെയ്തെന്ന് വെച്ചോ, സൈക്കിൾ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ അത് സൈക്കിൾ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യോ? നിങ്ങൾ ചെയ്ത ഡിസൈൻ ആണ്. നിങ്ങൾ പുതിയതായിട്ട് ഒരു സൈക്കിൾ ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യോ? യൂസ് ചെയ്യോ? നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് എല്ലാ രീതിയിലും നമുക്ക് എന്താണ്? ഫ്ലെക്സിബിൾ ആണോ, ഇല്ല ഇത് സേഫ് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ വെച്ച് ഒരു സ്റ്റഡി നടത്താം അല്ലെ? ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കോവാക്സിൻ പറയുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. അതിന്റെ വാക്സിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ഡേ ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട്. പക്ഷെ അത് എന്താവണില്ല? ഇംപ്ലിമെന്റ് ആവാത്തത് എന്തുകൊണ്ടാണ്? റീസൺ എന്താണ്? അതവിടെ അവർ എന്ത് ചെയ്യാണ്? ടെസ്റ്റിംഗ് നടത്തുകയാണ് അല്ലെ? എക്സ്പെരിമെന്റ് ചെയ്യാണ്. എല്ലാ ആൾക്കാരുടെ മുൻപിലും കാണിക്കാതെ അവരെന്ത് ചെയ്യാണ്? സെലക്റ്റീവ് ആയിട്ട് കുറെ ആൾക്കാരെ സെലക്ട് ചെയ്യും. അവരുടെ മേലെ എന്ത് ചെയ്യാണ്? എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ. അതുപോലെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ തുടങ്ങും മുൻപ് ചെയ്ത ശേഷം നമ്മൾ എന്തൊക്കെ നോക്കണം? അതിലെ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്, ക്രിട്ടിക്കലി ടെസ്റ്റഡ് ആൻഡ് ബ്രോട്ട് അണ്ടർ ദ ജനറൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ. ക്ലിയർ ആണോ? സെക്കൻഡ് ലൈന്
ഫസ്റ്റ് ഉള്ളത് മനസ്സിലായ? ഡിസൈനിങ് ആ കൺസീവിങ് ഓഫ് ഗിവൺ ഫോം ടു സോൾവ് ദ പ്രോബ്ലംസ് ആണ്. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം വരുമ്പോൾ കൺസീവിംഗ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ഐഡിയാസ് ആണ്, പുതിയതായിട്ട് ഫോമിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? പുതിയതായിട്ട് ഐഡിയാസ് ഫോം ചെയ്യാം. ഓക്കെ, അഗൈൻ സെക്കൻഡ് ഉള്ള പോയിന്റ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെ നോളേജ് അസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് പുറത്ത് പോകും മുൻപ് നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് വേണം. ആ കോൺഫിഡന്റ് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? അതിനൊരു അബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ് ക്രിട്ടിക്കലി ടെസ്റ്റ് ചെയ്യണത്. 3 കാര്യങ്ങളാണ് ചെയ്യുക. അബ്സർവേഷൻ ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം? അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ ഒരു മോട്ടോർ ബൈക്ക് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. മോട്ടോർ ബൈക്ക് കണ്ടുപിടിച്ച് നിങ്ങൾ ഡിസൈൻ ഒക്കെ ഓക്കെയാണ്, അത് നല്ല രീതിയിൽ ഡിസൈൻ കാണുമ്പോൾ തന്നെ ഓക്കെയാണ്. പക്ഷെ മോട്ടോർ ബൈക്കിന്റെ കേസിൽ നമ്മൾ കാണാൻ മാത്രം ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാന്നാണോ? ഇല്ല, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രൈവ് ചെയ്ത് നോക്കണം. ഡ്രൈവ് ചെയ്ത് നോക്കിയാലാണ് അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രോബ്ലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണത്? ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യണം? അബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ് ക്രിട്ടിക്കലി ടെസ്റ്റഡ് ആൻഡ് ബ്രോട്ട് അണ്ടർ ജനറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ഇലക്ട്രോണിക് ഗുഡ്സ് ഐറ്റംസ് ഒക്കെ നോക്കുമ്പോൾ അതിലൊരു ക്യൂസി ചൊല്ലിയിട്ട് ഒരു സാധനം ഒട്ടിയിട്ടുണ്ടാവും, അല്ലെ ഒരു ലേബിൾ കണ്ടിട്ടുണ്ടാവും. ആ ക്യൂസി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്യൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബിൾ ഒട്ടിയിട്ടുള്ളത് എന്തിനാണ് ആ ലേബിൾ വന്നിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ്? നമ്മൾ പുതിയതായിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഒരു കറുപ്പ് ലേബിൾ വെച്ച് ക്വാളിറ്റി ചെക്ക് ആണ്. ക്വാളിറ്റി ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സാധനം അവർ റഫായിട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു റഫ് ഡെമോ ചെയ്തിട്ടുണ്ടാവും. അതാണ് അത് ക്വാളിറ്റി പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള സാധനത്തിലാണ് അത് എന്ത് ചെയ്യുക? പുറത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫോഴ്സ് ആൻഡ് മെറ്റീരിയൽ ഓഫ് നേച്ചർ ആണ്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ എന്താണ്? മെറ്റീരിയൽസ് വേണ്ടി വരും, അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പൊ അതെന്തൊക്കെയാണ്? ആർട്സ് ആൻഡ് സയൻസ് യൂട്ടിലൈസിംഗ് ദ ഫോഴ്സ് ആൻഡ് മെറ്റീരിയൽ ഓഫ് നേച്ചർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് മാൻകൈൻഡ് ഫോർ ദ ഡയറക്ഷൻ ഓഫ് മോസ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. ഒരു മെറ്റീരിയൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു സൈക്കിൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ തരണം? സൈക്കിൾ ചെയ്യാനുള്ള മെറ്റീരിയൽസ് തരണം, അല്ലെ? അപ്പൊ ആ മെറ്റീരിയൽസ് തന്നാല് മാൻ പവർ ആണ് അത് എന്ത് ചെയ്യുന്നത്? ഒരു ഡിസൈൻ ആയിട്ട് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പൊ എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാലും അതിനെന്താണ്? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ വെറുതെ നിങ്ങൾ ഒരു സൈക്കിൾ കമ്പനിയിൽ ജോലിക്ക് പോവാണ്. അപ്പൊ അവിടെ അവർ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് തന്നിട്ടുണ്ടാവുക? സൈക്കിൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡിസൈനിന്റെ മോഡൽ തന്നിട്ടുണ്ടാവും. എഗൈൻ എന്ത് ചെയ്യും? ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഡിസൈൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മാൻ പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ഡിസൈന് ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെയല്ലേ എല്ലാ പ്രൊഡക്ട്സും, അല്ലേ? യെസ് ആണോ നോ ആണോ? മെറ്റീരിയൽസും വേണം, പ്ലസ് എന്ത് വേണം? മാൻ പവറും വേണം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് ആണ്. ഓക്കെ, അതായത് പഠിക്കാൻ തിയറി ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക, പക്ഷെ ആക്ടിവിറ്റീസിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആവാം. ഓക്കെ, തിയറീസ് നോക്കൂ, പക്ഷെ തിയറീസ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായ? ഓക്കെ, ഡിസൈൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ്. അപ്പൊ ഡിസൈൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എന്തൊക്കെയാണ്? സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? പുതിയ ഐഡിയാസ് വരുന്നത്. എഗൈൻ അതിൽ എന്തൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? അബ്സർവേഷൻ, എക്സ്പെരിമെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, എഗൈൻ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ പ്ലസ് മാൻ പവർ ചേരുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫോം ആയി കിട്ടുന്നത്. എഗൈൻ ഡിസൈൻ എന്ന് പറയുന്നത് മെയിൻ ആണ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്സ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് ആണ്. ഓക്കെ, ദെൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാനിപ്പോ ഒരു ആക്ടിവിറ്റി തരാം കേട്ടോ. ഈ ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ആയത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരും. അപ്പൊ അതിനനുസരിച്ച് അത് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കസ്റ്റമർ നിങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഐഡിയ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളടുത്ത് ഞാൻ വരികയാണ്, വന്ന് പറയുകയാണ് എന്താണ്? ഞാൻ ഒരു ഐഡിയ ചോദിക്കാൻ നിങ്ങളടുത്ത് വന്നതാണ്.
ഓക്കെ, എനിക്കൊരു പുതിയതായിട്ട് ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എൻ്റെ അടുത്ത്? ഞാൻ നിങ്ങളടുത്ത് ജസ്റ്റ് ചോദിക്കുകയാണ്, എനിക്കൊരു മൊബൈൽ ഫോൺ വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു മൊബൈൽ കമ്പനി ഡിസൈൻ ചെയ്യണ ഒരു 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 ഇതിലുള്ള എംപ്ലോയി ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക? എത്ര റാം വേണോ? ഗുഡ്. റാം എത്ര വേണം? പിന്നെ ക്യാമറ. വേറെ ഫസ്റ്റ് തന്നെ റാം ചോദിച്ചാൽ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഓക്കെ, തുളസി പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ്. ഗുഡ്. ബഡ്ജറ്റ് ഒരു മെയിൻ കേസ് ആണ്. ഓക്കെ, ദെൻ റാം ഓക്കെ ആണ്, പക്ഷെ എനിക്ക് റാമിനെ കുറിച്ച് അറിയില്ല. ബേസിക് റിക്വയർമെന്റ്സ്. ഗുഡ്. ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? റിക്വയർമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്നാണ്. മനസ്സിലായ? പർപ്പസ്. ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിൽ ഒരാൾ ഡിസൈൻ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ എന്നാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു ഏജ്ഡ് പേഴ്സൺ ആയിരിക്കും നിങ്ങളടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അയാൾക്ക് എന്തിനു വേണ്ടി പർപ്പസ് ആയിരിക്കും? ജസ്റ്റ് ഫോണ് കോൾ ചെയ്യാനും ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അയാൾക്ക് എന്ത് മതി? ബേസിക് ഫോൺ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ കസ്റ്റമറിന്റെ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് അയാളുടെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ സാധനം അയാളുടെ ഡിസൈൻ ചെയ്യാനുള്ള പർപ്പസ് വേണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാൾ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നെന്ന് വെച്ചോ. ഓക്കെ, അയാൾ വെച്ചിട്ടുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ വന്നത്. ഓക്കെ, അപ്പൊ അയാൾക്ക് നിങ്ങൾ ഒരു 8 GB റാമും ഒരു 1 TB ഉള്ള ഹാർഡ് ഡിസ്കും അങ്ങനെ ഒരു ഹൈ കോൺഫിഗറേഷൻ സിസ്റ്റം അയാൾക്ക് ആവശ്യമാണോ? സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഹൈ കോൺഫിഗറേഷൻ ആണോ? ഇല്ല. അയാൾക്ക് എന്ത് മതി? ഒരു സിമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റം മതി. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത്? ഫസ്റ്റ് നമ്മൾ കസ്റ്റമറിന്റെ കൂടി എന്ത് പർപ്പസിനാണ് ചോദിക്കേണ്ടത്. എഗൈൻ അതിന്റെ ബഡ്ജറ്റ് ചോദിക്കണം. ബഡ്ജറ്റ് ചോദിച്ച ശേഷം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? 1 by 1 ആയിട്ട് ചോദിക്കണം. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഇവിടെ പറയണത്. ഓക്കെ, ഡീറ്റെയിലിംഗ് ഓഫ് കസ്റ്റമർ റിക്വയർമെന്റ്സ്. ടു സ്റ്റാർട്ട് എ ഡെവലപ്മെന്റ് ഓഫ് എ product, a designer should have the vision of what customer needs ആണ്. കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യണം? ഒരു ക്ലിയർ ഐഡിയ അയാളുടെ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്ത് ചെയ്യണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയാൾ പറഞ്ഞു ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു. അയാളുടെ റിക്വയർമെന്റ് ഇതാണ്, ഒരു 5000 ആണ്. എനിക്ക് ജസ്റ്റ് ഒരു ഫോൺ ചെയ്യാനും എഗെയിൻ എന്ത് ചെയ്യണം? മെസ്സേജ് ചെയ്യാനുള്ള പർപ്പസിന് ഒരു ഫോൺ മതി എന്നാണ് അയാൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റിൽ സർവേ ചെയ്യണം. ഓക്കെ, ഇപ്പൊ 5000 rupees ആണെങ്കിൽ ഏതൊക്കെ റിക്വയർമെന്റ്സിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്? ഓക്കെ, അതിലുണ്ട് നമ്മൾ എന്താണ് ബെസ്റ്റ് ആയിട്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർവേ ചെയ്യണം. ക്ലിയർ ആയോ? അതല്ലാതെ നിങ്ങൾ ഒരു 5000 വാങ്ങിച്ചിട്ട് ഒരു 2000 പ്രൊഡക്റ്റ് ആണ് റിലീസ് ചെയ്തതെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ? പറ്റൂല. അവരെന്ത് പറയും? ഹൈ കോസ്റ്റ് ആണ്, പക്ഷെ അതിനുള്ള ക്വാളിറ്റി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വരും? ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ കയ്യിലുണ്ട് എന്താണ് കിട്ടിയിട്ടുള്ളത് മാർക്കറ്റിൽ, അപ്പൊ അതിനനുസരിച്ച് എന്തൊക്കെയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർവേ നടത്തണം. സർവേ നടത്തിയിട്ട് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യേണ്ടത്. ഓക്കെ, എഗൈൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത ശേഷം എന്താണ് ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കസ്റ്റമറിന്റെ കൂടി ഇന്ററാക്ട് ചെയ്യണം. അതിലുള്ള മെയിൻ സ്റ്റെപ്പാണ് എന്താണ്? ഇൻട്രീസ് വിത്ത് കസ്റ്റമർ. നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ നിങ്ങൾ സാധനം കൊടുത്ത ശേഷം ഓക്കെ അയാൾ സാധനം വാങ്ങിച്ച് അതോടെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് എന്ത് ചെയ്യരുത്? വിടരുത്. ഓക്കെ, അതിന്റെ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? കസ്റ്റമറിനെ ചോദിച്ചിട്ട് നമ്മളുടെ എന്താണ് സ്ട്രെങ്ത് വീക്ക്നെസ് ചോദിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അയാളടുത്ത് ചോദിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചോദിക്കണേ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രോബ്ലം ചോദിക്കുന്നത്? സപ്പോസ് ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഡിസൈനെ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫസ്റ്റ് ഡീറ്റെയിലിംഗ് വിത്ത് കസ്റ്റമർ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈനറിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലിയർ ഐഡിയ വേണം. ഐഡിയ കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ ഒരു സർവേ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്ത് റിലീസ് ചെയ്ത് കൊടുത്തു കസ്റ്റമറിന്റെ കയ്യിൽ. കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമറിന്റെ കൂടി ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവണം. ഇന്ററാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സപ്പോസ് അങ്ങനെ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. ക്ലിയർ ആയാ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ കംപ്ലൈന്റ്സ് ആണ്. കസ്റ്റമർ കംപ്ലൈന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടാവും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റമർ കംപ്ലൈന്റ്?
ഡെവലപ്പ് ചെയ്ത് കളഞ്ഞ് ഓക്കെ ഒരു 1 or 2 months നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ചോദിക്കാൻ പറ്റും. എഗെയിൻ അപ്പൊ ആ ടൈമിൽ അവർ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ലാന്ന് വിചാരിക്കുക. ഓക്കെ, പ്രൊഡക്റ്റ് റിലീസായി പുറത്തു പോയി. അപ്പൊ കുറേ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റിസീവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർ കംപ്ലൈൻസ് വെക്കുക. ഓക്കെ, ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കംപ്ലൈൻസ് നമ്മൾ മോസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് വാങ്ങിക്കുക? ടെലിഫോൺ ആർ ഇമെയിൽ ആണ്. സ്ട്രൈറ്റ് ഇന്ററാക്ഷൻ ഇല്ല. ഓക്കെ, കസ്റ്റമർ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈറ്റ് ഇന്ററാക്ഷൻ ആണ്. Okay, then communication between the customer are recorded by customer information department service center or the warranty department. Clear ആണോ? കസ്റ്റമർ കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് റിലീസായി പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണ്? കൺസ്ട്രക്ടിങ് എ സർവേ ഇൻസ്ട്രുമെന്റ്. കൺസ്ട്രക്ട് എ സർവേ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫോംസ് ആണ്. ഓക്കെ, ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ വിചാരിക്കുക, മൊബൈൽ ഫോൺ വിട്ടോ, ഫേസ്ബുക്കിൽ എന്താണ്? അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഒരു സർവേ നടത്തും. ഓക്കെ, ചില ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സർവേ കൊടുക്കും. എന്താണ്? ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു സർവേ ഫോം തരും, അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അത് അവിടെ മാത്രമല്ല, എവിടെ പോയാലും നമുക്ക് എന്ത് ചെയ്യും? ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ശേഷം ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവേ തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കസ്റ്റമർ സർവീസിന് വിളിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, അയാൾ സംസാരിച്ച ശേഷം അയാൾ എന്ത് പറയും? എന്റെ ഫീഡ്ബാക്ക് ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം? എന്നെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ സർവേ ഇൻസ്ട്രുമെന്റിൽ ഇവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സർവേ ഫോംസ് ആണ്. സർവേ ഫോം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ടൈപ്പ് ഫോം ആണ് ഉദ്ദേശിക്കുന്നത് അവർ. ഓക്കെ, இந்த ഗൂഗിൾ ഫോംസ്, പിന്നെ കുറെ അങ്ങനെയുള്ള ഡിജിറ്റൽ ടൈപ്പ് ഫോംസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാല് എന്താണ്? എവാലുവേറ്റിംഗ് കസ്റ്റമർ സർവേ. എവാലുവേറ്റിംഗ് കസ്റ്റമർ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് വെറുതെ വാങ്ങിച്ചാൽ മാത്രം മതിയാവും. അതിന് എന്ത് ചെയ്യണം? എവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇവർ എവാലുവേറ്റ് ചെയ്യണതിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? റേറ്റിംഗ് വെച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിന് നിങ്ങൾ ഒരു 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ, നിങ്ങൾ ഒരു 10 പേരെടുത്ത് കളക്ട് ചെയ്തു. ഓക്കെ, 10 പേരെടുത്ത് കളക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? 2 സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമായിരിക്കും? എവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, എവാലുവേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? റാങ്കിങ് ചെയ്യണതാണ് നമ്മൾ എന്ത് പറയുക? എവാലുവേറ്റിംഗ് കസ്റ്റമർ സർവേ എന്ന് പറയും. Okay, the customer response are evaluated from the surveys. From the number of response rating is given to each question. Questions with the highest rating represent the aspect of the product that are ranked highest in the mind of the customer. Clear ആണോ? ഇപ്പൊ ചില ഫോണിന് നമ്മൾ ഫോണിന്റെ കേസ് തന്നെ നോക്ക്. ചില ഫോണിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയും അതിൽ എത്ര പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഫോണിൽ ബാറ്ററി സർവീസസ് ഓക്കെയാണ്, ബാറ്ററിന്റെ കപ്പാസിറ്റി ഓക്കെ ആണെന്ന് നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പറയും അതിന്റെ ഫോണിൽ ബാറ്ററി പോരാ, പക്ഷെ ക്യാമറ സൂപ്പർ ആണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഫീഡ്ബാക്ക് പറയും. അങ്ങനെയല്ലേ നിങ്ങൾ പറയാ? ആ ഫോണിൽ ബാറ്ററി ഓക്കെയാണ്, പക്ഷെ ക്യാമറ പോരാ. ക്യാമറ ഉണ്ടെങ്കിൽ അതെന്താണ്? ബാറ്ററിന്റെ പെർഫോമൻസ് ശരിയില്ല, ഇല്ലെങ്കിൽ സ്പീഡ് ശരിയില്ല. പക്ഷെ ആ ഫോണിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ എന്തായിരിക്കും? ഹൈയസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണതാണ്. ഏത് വെച്ചാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക? എവാലുവേറ്റിംഗ് കസ്റ്റമർ സർവേ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എത്നോഗ്രാഫിക് സ്റ്റഡിയാണ്. എത്നോഗ്രാഫിക് എന്ന് പറയുമ്പോൾ സയന്റിഫിക് സ്റ്റഡീസ് ആണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബിഹേവിയർ ഓഫ് സ്പെസിഫിക് ഗ്രൂപ്പ് അണ്ടർ പർട്ടിക്കുലർ കണ്ടീഷൻ ആണ്. ഓക്കെ, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കണ്ടിന്യൂ ആയിട്ട് സ്റ്റഡി നടത്തുന്നതാണ് എന്ത് പറയുക? എത്നോഗ്രാഫിക് സ്റ്റഡീസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഡിഫൈനിങ് എ ഡിസൈൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? ഒരു ഡിസൈൻ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോഴാണ് ഒരു ഡിസൈൻ ഫോം ആവുക. എങ്ങനെ അതിൽ എന്തൊക്കെയാണ് വേണ്ടി വരിക? സങ്കീർത്തനം. ഓക്കെ, എഗെയിൻ എന്തൊക്കെയാണ്? ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? ഒബ്സർവേഷൻ ചെയ്യണം. എഗെയിൻ എക്സ്പെരിമെന്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് റിലീസ് ചെയ്യേണ്ടത്. എഗെയിൻ എന്താണ്? മെറ്റീരിയൽ പ്ലസ് മാൻ പവർ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒരു ഡിസൈൻ ഫോം ആവുന്നത്. എഗെയിൻ എന്താണ്? ഡിസൈൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ് ആണ്. ഓക്കെ, ദെൻ കസ്റ്റമർ റിക്വയർമെന്റിൽ എന്താ പറയുക? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കസ്റ്റമർ റിക്വയർമെന്റില് കസ്റ്റമറിന്റെ നീഡ്സിനെ നമുക്ക് മനസ്സിലാക്കണം. എഗെയിൻ കുറെ ഉണ്ട്. എന്തൊക്കെയാണ്? ഇന്റർവ്യൂ വിത്ത് കസ്റ്റമർ, എഗെയിൻ എന്താണ്? കസ്റ്റമർ കംപ്ലൈൻസ്, കൺസ്ട്രക്ടിങ് സർവേ ഇൻസ്ട്രുമെന്റ്, എവാലുവേറ്റിംഗ് കസ്റ്റമർ സർവേ, എഗെയിൻ എന്താണ്? എത്നോഗ്രാഫിക് സ്റ്റഡീസ്. ഇതിന്റെ തിയറിയിൽ മെയിൻ ആയിട്ട് എന്താണ്? ഹെഡിങ് ഇമ്പോർട്ടന്റ് റോൾ ആണ്. തിയറി നിങ്ങൾ വേറെ എന്തെങ്കിലും വെറുതെ പോയി കഥ എഴുതിയാൽ ശരിയാവൂല. ഹെഡിങ് എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്നത്തെ ആക്ടിവിറ്റി ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ അറ്റൻഡൻസ് എടുക്കാം.
എഴുത് ഫൈൻഡ് ദ കസ്റ്റമർ റിക്വയർമെന്റ്സ് ഫോർ ഡിസൈനിങ് എ ന്യൂ കാർ ഷോറൂം. ഓക്കെ, ഒരു ന്യൂ കാർ ഷോറൂം ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആലോചിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഫൈൻഡിങ് ദ കസ്റ്റമർ റിക്വയർമെന്റ്സ് ഫോർ ഡിസൈനിങ് എ ന്യൂ കാർ ഷോറൂം. ഓക്കെ, ഒരു ന്യൂ കാർ ഷോറൂം ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസൈൻ ആണ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടി വരുന്നത്, റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഒരു കാർ ഷോറൂം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നോക്കണമെന്നുള്ളത്. ഓക്കെ, അറ്റൻഡൻസ് വിളിക്കുമ്പോ അവര് മാത്രം മൈക്ക് ഓൺ ചെയ്ത് അറ്റൻഡൻസ് പറഞ്ഞോ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ എല്ലാരും? ഫൈൻഡ് ദ കസ്റ്റമർ. ആലിയ ജാഫർ ആബ്സെന്റ് ആണെങ്കിൽ അവിടെ ഉള്ള ഒരാള് ആബ്സെന്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തല്ലേ? ഓക്കെ, ആശിഷ്. Present, sir. ഓക്കെ, അഭിനവ്. Present, sir. അഭിഷേക്. ആദിത്യ. Present, sir. ഐശ്വര്യ. Present, sir. അഖിൽ സി വി. Present, sir. അഖിൽ കെ ഫാസ്റ്റ്. ഓക്കെ, അമൽ. Present, sir. ആമിന മൽഹ. Present, sir. നനൈന. Present, sir. അനിരുദ്ധ്. Present, sir. അഞ്ജിത. അനുജ. Present, sir. അനുപമ. Present, sir. അരോമൽ. Present, sir. അരുൺദാത്ത്. Present, sir. അശ്വിൻ. ഹസ്ന. Present, sir. റംഷദ. ഉർദുൽ. ജരീഷ്. Present, sir. Present, sir. മറിയം ലിയാന. Present. മിൻഹാജ്. സോറി, മിഥുൻ മോഹൻ ഉണ്ടോ? Sir, present. ഓക്കെ, നാസിഫ്. Present, sir. ഓക്കെ, Present, sir. നിഗാൽ. സാലിഹ്. Present, sir. സാലിഹ്. സഫീഖ്. Present, sir. സഫീഖ് ഇന്നലെ ആബ്സെന്റ് ആയിരുന്നോ? ഇല്ല, ഇന്നലെ ഉണ്ടായി. നബീൽ നസീർ. നന്ദ എസ് നായർ. നന്ദിത. Present, sir. നന്ദിത. നിവേദയ. നൂഹ. Present, sir. Present. നൂഹ. പ്രിൻസ്. ഋഷികേഷ്. Present. ഓക്കെ, ഓക്കെ. ഋഷികേഷ്. ഋഷ്വിൻ. ഋത്തിക്. രോഹിത്. Present. സഫീഖ്. സിഷ്ഹാജ്. Present, sir. സഫീൽ. കീർത്തന. സാരംഗ്. ജിത്തിന. തനുശ്രീ. വൈഷ്ണവി. വിഷ്ണു. വൈഷ്ണവ്. പ്രദീപ്. ഓക്കെ, എടുത്തു. ഞാൻ ഈ ചാറ്റ് ലിസ്റ്റ് വെച്ചെടുത്തു. ഓക്കെ, കംപ്ലീറ്റ് ചെയ്താ കസ്റ്റമർ റിക്വയർമെന്റ്സ്? ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറ. സെവിൻ പറ. സെവിന് കുറെ ചോദിച്ചിട്ട് കുറെ ആയല്ലോ. സെവിന്റെ ആൻസർ പറ. എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണ്ട? Sir, easily accessible for vehicles. ഈസിലി Accessible for vehicles. സ്ഥലമില്ലല്ലോ. പ്ലേസ്. ഓക്കെ, ഗുഡ്. ഫസ്റ്റ് നോക്കുന്നത് പ്ലേസ് ആയിരിക്കണം കേട്ടാ. ബാക്കിയുള്ളവർ തെറ്റ് എഴുതി തെറ്റുന്നില്ല. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പ്ലേസ് ആണ്. ഓക്കെ, കാർ ഷോറൂമിന് ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ്? പ്ലേസ് ആണ്. നെക്സ്റ്റ് 7 ഇന്നോട് കൂടി പറ. ഓക്കെ സാർ. പിന്നെ
ഹൈ നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടുന്ന സ്ഥലം. അതാകുമ്പം ഗ്ലാസ് ആകുമ്പം ഇത് ഉപയോഗിക്കണ്ടല്ലോ, ലൈറ്റ് ഓൺ ആക്കണ്ടല്ലോ, നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടൂലേ. ലൈറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ. ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ആണോ ഉദ്ദേശിച്ചത്? ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും പിന്നെ ഒരു ഇടുങ്ങിയ സ്ഥലത്തല്ലാണ്ട് കുറച്ച് സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാല് ഓക്കെ നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടുമല്ലോ. ഓക്കെ. തുളസി പറ അടുത്തത്. പ്ലേസ് ഇനി പറയരുത്, ബിൽഡിങ്ങിന്റെ അതിന്റെ ആർക്കിടെക്ചർ അവൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ കസ്റ്റമർ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലം. കസ്റ്റമർ അറ്റൻഷനാ? അറ്റൻഷൻ കസ്റ്റമർ അറ്റൻഷൻ നമ്മൾ അവള് പ്ലേസിൽ വന്നു കളഞ്ഞല്ലേ. പ്ലേസ് അതിനനുസരിച്ചല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. വേറെ പിന്നെ ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഏതിന്റെ ബഡ്ജറ്റ് ആണ്? അവിടെ സ്റ്റാഫിന്റെ എല്ലാം. പിന്നെ ഓക്കെ, ബഡ്ജറ്റ് റഫ് ആയിട്ടുണ്ട്. ബഡ്ജറ്റ് ഡിഫൈൻ ചെയ്യണം. വേറെ ജരീഷ് പറ, വേറെ എന്തൊക്കെയാ നോക്കണ്ടേ ജരീഷ്? നല്ലൊരു പ്ലാൻ വേണം, ആ സ്പേസിന് കറക്റ്റ് ആയിട്ടുള്ള, അത് നല്ലൊരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അത് സെവിന് പറഞ്ഞു. പ്ലാൻ പറഞ്ഞ ആ വേറെ വാട്ടർ ഫെസിലിറ്റി. മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഇത് രണ്ട് റഫാണ്. നിങ്ങൾ സെക്കൻഡ് ഇയർ ആയല്ലേ? വേറെ എന്തൊക്കെയാ വേണ്ട? ഒരു കാർ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാനാണ്, ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാറ് പ്ലേസ് മാത്രം മതിയാ? അനുപമ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ആയിട്ടുള്ള ടൈപ്പ് ആക്കണം. നബീല്, അനുപമ പറഞ്ഞിട്ടുണ്ട്, അശ്വിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് പ്ലേസ് നോക്കണം. പ്ലേസ് ഇമ്പോർട്ടന്റ് റോൾ ആണ്. കസ്റ്റമർ സർവീസ് ഓക്കെ, അത് ഗുഡ് എംപ്ലോയീസ് ഓക്കെ ഗുഡ്. അപ്പോ അത് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ സെഷന്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഉള്ളത് നമ്മൾ പ്ലേസ് നോക്കണം. പ്ലേസ് നോക്കിയ ശേഷം എഗെയിൻ എന്താണ് ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ ഓക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസ് ആണ് കേട്ടോ. എംപ്ലോയീസ് എത്രയൊക്കെയാണ് വേണ്ടി വരുന്നുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ബഡ്ജറ്റ്. ഓക്കെ, വെറുതെ നമ്മൾ എന്താണ് മന്ത്ലി വൈസ് നമ്മൾ എന്താണ് എംപ്ലോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? സാലറി കൊടുക്കണം. ഓക്കെ, ലൈസൻസ്. ദെൻ വേറെ അപ്പൊ എംപ്ലോയീസ് കളഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് വേണ്ടത്? നബീല് പറഞ്ഞ പോയിന്റ് ആണ്. നബീല് പറഞ്ഞത് എന്താണ്? ഡെമോ സർവീസ് അവൈലബിൾ. ഗുഡ്, ഹൃദിൽ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്തത് വരാം. ഓക്കെ, എംപ്ലോയീസ് കളഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? ഫ്രാഞ്ചി ആണ്. ഫ്രാഞ്ചി എന്ന് പറയുമ്പോൾ എന്തിനാണ്? അതിലാണ് ബഡ്ജറ്റ് വരിക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാം, ഇപ്പോ കാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മളുടെ എന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പോവാണെന്ന് വെച്ചോ, ഒരു കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. സപ്പോസ് നമുക്ക് ബെൻസിന്റെ അതൊക്കെ കിട്ടാൻ പറ്റുമോ? ബെൻസിന്റെ ഫ്രാഞ്ചി നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവോ? കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എന്താണ്? അപ്പൊ നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത്? ഫ്രാഞ്ചി സെലക്ട് ചെയ്യണത്. മനസ്സിലായ? ഏത് ബ്രാൻഡിന്റെ കാറാണ് നമ്മൾ പോണത്? അപ്പൊ അതിൽ കുറെ ഡിസ്കഷൻ വേണ്ടി വരും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് കുറെ ഡിസ്കഷൻ വേണ്ടിയിട്ട് വരും? പറ. ഒരു മോഡൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് മാരുതിന്റെ ഫ്രാഞ്ചിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ വെറുതെ മാരുതി ആണോ എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടോ? നമ്മളപ്പോ എന്ത് നോക്കണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെ, ശിവപുരത്തിൽ തന്നെ ഒരു കാർ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു ഹൈ ബ്രാൻഡ് സാധനമാണ്. ഹൈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു BMW ഷോറൂം ഇവിടെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നമുക്ക്? എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റൂല? എന്തുകൊണ്ടാണോ പറഞ്ഞ? അത് കുറച്ച് ഉള്ളോട്ടല്ലേ അവിടെ കൂടുതൽ കാർ ഉള്ളത്. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് അവിടെ ഉള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ നോക്കണം അവിടെ ഉള്ള ആൾക്കാർ. ഓക്കെ, എഗെയിൻ മൂവിങ് മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, മൂവിങ് മോഡൽസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് വാങ്ങിച്ചാൽ സക്സസ് ആവാനുള്ള രീതിയിൽ ഏത് ഫ്രാഞ്ചിയാണ് ഈ സ്ഥലത്തിന് സെറ്റ് ആവാനുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റഡി ചെയ്യണം. ഓക്കെ, അങ്ങനെ ആയി ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു മോഡേൺ സിറ്റി ആണെങ്കിൽ അവിടെ എന്ത് ഫ്രാഞ്ചി ഓപ്പൺ ചെയ്താലും നമുക്ക് എന്തുണ്ടാവില്ല? പ്രശ്നം വരൂല. ഓക്കെ, സെയിം ടൈം നമ്മൾ എന്താണ് ഒരു സ്ഥലത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നോർമൽ ഒരു ടൗൺ ഏരിയയിൽ പോയി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഹയസ്റ്റ് കാറിന്റെ ഷോറൂം ഒക്കെ ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ എന്തായി പോകാൻ സാധ്യത ഉണ്ടാവും? ലോസ് ആയി പോകാനും സാധ്യത ഉണ്ടാവും.
ഓക്കെ, അപ്പൊ അയാളുടെ ഫ്രാഞ്ചി സെലക്ട് ചെയ്യണം. ഫ്രാഞ്ചിയും ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മളുടെ ബഡ്ജറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, വേറെ പ്ലേസ് പറഞ്ഞു കഴിഞ്ഞു, ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞു, എംപ്ലോയീസ് പറഞ്ഞു കഴിഞ്ഞു, ദെൻ ഫ്രാഞ്ചൈസ് പറഞ്ഞു കഴിഞ്ഞു. വേറെ മൈക്ക് ഓൺ ചെയ്ത് പറയാം. മെസ്സേജ് ടെസ്റ്റ് ഡ്രൈവ് സ്പെഷ്യാലിറ്റി കൊടുക്കണം. ഓക്കെ, അത്രയ്ക്ക് വേണം. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ റിക്വയർമെന്റിൽ പറഞ്ഞ സാധനമാണോ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ? സ്റ്റാർട്ട് ചെയ്യാനാണ് പോണേ. വേറെ മെയിൻ കാര്യം പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇന്നൊരു മെയിൻ കാര്യം ഏതാടാ? കറണ്ടല്ലോ. ഓക്കെ, കറണ്ട് അത് ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നു കളഞ്ഞല്ലേ, കറണ്ട്, വാട്ടർ, അതൊക്കെ. ബിൽഡിംഗ് മെറ്റീരിയൽസ് വേറെ ഏതോ ഒന്ന് പറഞ്ഞല്ലോ, കസ്റ്റമർ കെയറിങ്, അതല്ല. കാറിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ഒരു കാർ ഷോറൂമില് കാർ വെക്കാനുള്ള സ്പേസ് മെയിൻ ആയിട്ട് നമ്മള് ലേറ്റസ്റ്റ് സർവീസ് ടെക്നോളജി. ഇതാ നസീഫ് അയച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഓഫ് റിവ്യൂ അബൌട്ട് കാർസ്. അതും ഓക്കെ. നമ്മൾ കാർ എടുക്കാൻ പോകുമ്പോ നമ്മൾ എന്ത് ചോദിക്കും? അവിടെ സർവീസ് നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദിക്കണ ക്വസ്റ്റ്യൻ അല്ലേ? കാർ ഷോറൂമിൽ പുറത്ത് എന്തെങ്കിലും സർവീസിന് കൊടുക്കോ വണ്ടി? ചിലപ്പോഴേ കൊടുക്കുള്ളൂ. നമ്മൾ എന്താണ് ആത്തറൈസ്ഡ് സർവീസ് സെന്ററിലല്ലേ നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ സർവീസ് ചെയ്യാന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സർവീസ് സെന്റർ, സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാലും നോക്കാനുള്ള സർവീസ് നമ്മൾ എന്ത് ചെയ്യണം? അതും സെറ്റ് ചെയ്യണം. ഓക്കെ, എഗെയിൻ ദെൻ ബേസ് ആയിട്ട് വേറെ എന്തൊക്കെയാണ് വേണ്ടി വരിക? പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഫോർ കമ്പാരിസൺ. നുക അയച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോപ്പർലി ഓർഗനൈസ്ഡ് ഫോർ കമ്പാരിസൺ. കമ്പാരിസൺ എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ഡെവലപ്മെന്റിനാണോ നുക ഉദ്ദേശിച്ച? അല്ല സർ, ഫോർ കസ്റ്റമേഴ്സിനെ കാർസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ബെറ്റർ? ഓക്കെ, അതിനുള്ള ഫെസിലിറ്റി വെച്ച് കൊടുക്കണം. സർവീസ്, കസ്റ്റമർ സർവീസ്. ഓക്കെ, ദെൻ വേറെ മെക്കാനിക്സ് ഫോർ സർവീസ് സെന്റർ എംപ്ലോയ് ചെയ്യാം. അത് എംപ്ലോയീസിൽ വന്നു കഴിഞ്ഞു. സർവീസ് കാസ്റ്റ് ഡാ കാർ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സർവീസ് കാസ്റ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ, വേറെ ഇത് എനിക്ക് നിങ്ങൾ നാളെ ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോ ന്യൂ കാറിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണുള്ളത് നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യോ, എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്തോ. ബെസ്റ്റ് പറഞ്ഞത് ഞാൻ നോക്കും, ആരാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും, ഇതില് ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഓക്കെ, അപ്പൊ ഇന്നൊരു പുതിയതായിട്ട് ഡിസൈൻ ചെയ്യാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒരാൾ വായിക്കോ? അഭിനവ് മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് വായിക്കോ? Robin lost his eyesight in an accident. Now he finds difficulty to know the time. Designer was that lets blind people feel time that can be used for blind people like Robin. Talking watch is not permitted. ക്വസ്റ്റ്യൻ മനസ്സിലായാ? മനസ്സിലായി. ഇതിന്റെ സ്കെച്ച് ആണ് വേണ്ടത്. ഓക്കെ, സ്കെച്ച് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഉടനെ എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ മൺഡേ ക്ലാസ്സിൽ കൊണ്ടുവരണം. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാറിന്റെ റിക്വയർമെന്റ് ആണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, കാർ ഷോറൂമിന്റെ റിക്വയർമെന്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, റോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് എന്താണ്, ഒരു ആക്സിഡന്റിൽ കണ്ണ് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ അയാൾക്ക് ഇപ്പൊ എന്താണ്, ടൈം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വാച്ച് യൂസ് ചെയ്യണം. ഓക്കെ, വാച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ടോക്കിംഗ് വാച്ച് നോട്ട് അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ ടോക്കിംഗ് വാച്ച് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട് ഒരു വാച്ച് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ വാച്ച് മാർക്കറ്റിൽ എങ്ങനെ സാറേ, ഈ കണ്ണ് കാണാത്തവർക്ക് ഓൾറെഡി ഒരു വാച്ച് ഇങ്ങനെ തൊട്ടിട്ട് അറിയുന്ന ആ വാച്ച് ആൾറെഡി ഡിസൈൻ ഉള്ള വാച്ച്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആൾറെഡി ഡിസൈൻ ഉള്ളതാണെങ്കിൽ കൊണ്ടുവന്നോ. ബെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾ ഓണായിട്ട് ആലോചിക്കുക. എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരുന്നോട്ടെ. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്തോ വേണമെങ്കിൽ, അതിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് എന്ത് ചെയ്യണം? മൺഡേ അതിന്റെ സ്കെച്ച് വരണം. ഓക്കെ, നിങ്ങളിപ്പോ ഇത് കേട്ട അറിവല്ലേ ഉള്ളൂ. ഇവരിന്റെ വാച്ച് ഇങ്ങനെ ഉണ്ടാവും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്ലൈൻഡില് ഈ ടോക്കിംഗ് വാച്ച്? മൂവിയിലെല്ലാം കണ്ടില്ല. അർബിത്ത് കണ്ടിട്ടുണ്ട്, അനുപമ. വേറെ ബാക്കിയുള്ളവര്? റെയിൽ വാച്ച്. ഓക്കെ, അതിന്റെ സ്കെച്ച് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അത് വിത്ത് എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, അവർ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ വാച്ച് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ സമ്മതിച്ചു.
പക്ഷെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെയാണ് വർക്ക് ആവുക, ഇങ്ങനെയാണ് അവർ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി വേണം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു സാധനം നിങ്ങൾ ഡിസൈൻ കണ്ടാ പോരാ, ആ ഡിസൈന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇവര് ഇങ്ങനെയാണ് മനസ്സിലാക്കുക. അവർ മനസ്സിലാക്കുന്ന കാര്യം അത് അവരുടെ കാര്യമാണ്. നിങ്ങൾ ഇതൊക്കെ കോൺസെപ്റ്റ് കൊണ്ടിട്ടാണ് ഈ സാധനം ഇവർ ഇങ്ങനെ ഡിസൈൻ ചെയ്തെന്നുള്ള ഐഡിയയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. മനസ്സിലായി? അതല്ലാതെ വെറുതെ ഒരു വാച്ചിന്റെ ഇമേജ് അല്ല വേണ്ടത്. ഇമേജിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് വേണം, സാർ ഈ വാച്ച് ഇങ്ങനെയാണ് വർക്ക് ആവുക, അപ്പൊ ഈ മെക്കാനിസം അവർ യൂസ് ചെയ്യണതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പം അവർക്ക് ടൈം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള സിസ്റ്റം വെച്ചിട്ടാണ്, വാച്ച് എന്തായാലും റൺ ആവണ്ടേ, ഓക്കെ, അത് ഇങ്ങനെയുള്ള മെക്കാനിസം വെച്ചിട്ടാണ് റൺ ആവുന്നത്. അപ്പൊ ബ്ലൈൻഡ് പീപ്പിൾസ് ഇങ്ങനെയുള്ള ഇത് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യണത്, ടൈം കണ്ടുപിടിക്കുന്നതിനുള്ള ഐഡിയയാണ് വേണ്ടത്. ഓക്കെ, സ്കെച്ച് നീറ്റ് ആയിട്ട് വേണം, വാച്ചിന്റെ സ്കെച്ച്. ഓക്കെ, വെറുതെ റഫാ വരഞ്ഞിട്ട് പോരാ. എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അതാണ് ഞാൻ പഴയ ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങോട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ തീർന്നിട്ട് വേണം നമ്മൾ പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? പിന്നെ ഡിസൈനിങ് കാർ റിക്വയർമെന്റ് എന്റെ ഓൺ ക്വസ്റ്റ്യൻ അല്ല, അതും യൂണിവേഴ്സിറ്റിയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൺ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇതൊക്കെ തീർന്നിട്ട് വേണം ഓൺ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ആവാൻ. ഓക്കെ, എന്റെ സമയം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കാർ റിക്വയർമെന്റ്സ് എന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഗൂഗിൾ ക്ലാസ് റൂമിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ, പിന്നെ പറ്റത്തിന് നിങ്ങൾ സൺഡേ വരെ ടൈം എടുത്തു അതിന്റെ ഡിസൈനിന്റെ ഫുൾ ഫീച്ചേഴ്സ് പഠിച്ചിട്ട് വേണം നിങ്ങൾ മൺഡേ ആണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, താങ്ക് യു. Thank you, sir.